കുവൈത്ത് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച കണ്ണൂർ കുറുവ സ്വദേശിയുടെ മൃതദേഹം ശനിയാഴ്ച സംസ്കരിക്കും. കുറുവ ഉന്നാൻകണ്ടി വീട്ടിൽ അനീഷും ദുരന്തത്തിൽപ്പെട്ടതായ വിവരം വ്യാഴാഴ്ച വൈകിട്ടാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത്. 20 വർഷത്തോളമായി വിദേശത്തുള്ള അനീഷ് പ്രവാസ ജീവിതം മതിയാക്കി തിരിച്ചുവരാനുള്ള ഒരുക്കത്തിലായിരുന്നു. കുവൈത്തിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ കുറുവ സ്വദേശി അനീഷ് കുമാറും മരിച്ചു എന്ന വിവരം വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് ബന്ധുക്കൾ അറിഞ്ഞത്. അപ്പോഴും അനീഷ് കുമാറിന്റെ ഭാര്യ അടക്കമുള്ളവരെ ഈ വിവരം അറിയിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച രാവിലെയോടെയാണ് ഭാര്യ അടക്കമുള്ളവർ ഈ ദുരന്തത്തെക്കുറിച്ച് അറിഞ്ഞത്. വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച മൃതദേഹം പ്രത്യേക ആംബുലൻസിൽ സന്ധ്യയോടെ കണ്ണൂരിൽ എത്തിച്ച് AKG ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ കരാർനകം ബാങ്ക് പരിസരത്ത് പൊതുദർശനത്തിന് വയ്ക്കും. 10 മണിയോടെ കുറുവയിലെ അനീഷിന്റെ വീട്ടിലും മൃതദേഹമെത്തിക്കും. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പയ്യാമ്പലത്താണ് നടക്കുക. കുവൈത്തിലുള്ള സഹോദരൻ അജിത് കുമാറാണ് അനീഷിന്റെ മരണവാർത്ത നാട്ടിലെ ബന്ധുക്കളെ അറിയിച്ചത്. അനീഷ് 1 മാസം മുമ്പ് അവധിക്ക് നാട്ടിലെത്തി മടങ്ങിയതായിരുന്നു. ഇത്തവണത്തെ വരവിൽ 20 വർഷമായുള്ള പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിൽ തുടരാൻ അനീഷ് തീരുമാനിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് തീരുമാനം മാറ്റി ഒരു തവണ കൂടി പോയി വരാമെന്ന് പറഞ്ഞാണ് മെയ് 16 അനീഷ് കുവൈത്തിലേക്ക് പോയത്. ആദികടലായി റൂട്ടിൽ ഓടുന്ന രത്നരാജ് ബസ്സിൽ ദീർഘകാലം കണ്ടക്ടറായി ജോലി ചെയ്ത അനീഷ് കുവൈറ്റിലെ സൂപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസറായാണ് ജോലി ചെയ്തു വന്നിരുന്നത്. അനീഷിന്റെ വിയോഗം നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.